പക്ഷെ അവൻ ഭയങ്കര ഭയങ്കര അവന്റെ കെട്ടിയോളാട്ടി തല്ലട്ടെ നാറി. പിന്നെ ഞാൻ അവിടെ നിന്ന് വേഗം വന്നത് ഫോൺ അവൻ എറിഞ്ഞു, മറ്റു ഫോൺ അവൻ എറിഞ്ഞു. പിന്നെ എന്റെ കയ്യിലുള്ള ഫോണും കൂടി വലിച്ചെറിഞ്ഞു പറഞ്ഞാലും ശരിയാവില്ല, കാരണം അതിലാണ് ഒരുപാട് തെളിവുകൾ കിടക്കുന്നത്. എന്റെ ഈ ഫോണിലാണ് ഒരുപാട് തെളിവുകൾ. അപ്പൊ അവൻ അത് വലിച്ചെറിയണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് വേഗം വന്നിട്ട് ഞാൻ സ്റ്റേഷൻ വലിച്ചു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇളിഞ്ഞ പെട്ടി ഇളിയൻ പട്ടി ഒരു കെട്ടിയോളും ഉണ്ട്. എനിക്ക് നാണമില്ല, നിന്റെ തള്ളയ്ക്ക് നാണമില്ല, തീരെ നാണമില്ലാത്ത തള്ളയാണത്. ആ തള്ളച്ചി പറയാണ് എന്താണ് എന്റെ മകൻ ആണാണ്, ആണോടി തള്ളേ. അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ കണ്ടു കാണും, പരക്കം പാച്ചലിലാണ് നമ്മുടെ ഷാഹിദ ഷാജി ജീവൻ എടുത്ത് ഓടി രക്ഷപ്പെടുന്ന വീഡിയോ ആണ് ഈ തുടക്കത്തിൽ തന്നെ നിങ്ങൾ കണ്ടത്. ഷെരീഫ് ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു, ആ ലൈവ് ഇടുന്ന സാധനവും കുന്ത്രാണ്ടവും തോണ്ടിക്കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്നാൽ ഞാൻ ശൂന്യാകാശത്തേക്ക് പറഞ്ഞേക്കുമെന്ന് ഷെരീഫ് പറഞ്ഞു. ഷെരീഫ് ശരിക്കും പറഞ്ഞതുപോലെ തന്നെ ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുമായി ബന്ധപ്പെട്ട് ഷാഹിദ ഷാജി അവിടെ ഉണ്ടാക്കിയ കൂടുതൽ കോലാഹലങ്ങളുടെ വിശദമായ വിവരങ്ങളുമായിട്ട് നമ്മുടെ ഷെരീഫ് വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. അതിന് മുന്നേ ദയവായി ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ഷെരീഫിന് അതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ആദ്യമായിട്ടൊന്ന് കേൾക്കാം. പക്ഷേ ആ വീഡിയോസ് ഞാൻ ഒന്ന് രണ്ട് നിയമം അറിയാവുന്നവർക്ക് കാണിച്ചു കൊടുത്തപ്പോ അവർ പറഞ്ഞു നീ ഇത് പെടണ്ട, കാരണം നിനക്ക് കിട്ടിക്കുന്ന നല്ലൊരു ഗോൾഡൻ ചാൻസ് ആണ്, അത് നീ ഒരിക്കലും മിസ് ചെയ്യരുത് എന്നുള്ളത്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, എല്ലാരെയും പോലെ ഇവൾ എന്റെ വീട്ടിൽ ഇത് തൂക്കി പിടിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരം അറിയും എന്നുള്ളതും ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ആ വിവരം അറിഞ്ഞു എന്നുള്ളത് എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇടാൻ പറ്റില്ല, കാരണം അവൾക്ക് ഇല്ലാത്തൊരു സാധനം എനിക്കുണ്ട്, ബുദ്ധി. വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം, ഞാൻ കരണം നോക്കി ഒന്ന് കൊടുക്കും, അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് ലൈവ് കിട്ടും, അത് വെച്ച് അവൾക്ക് കേസ് ഫയൽ ചെയ്യുക, പിന്നെ എന്നിട്ട് എന്റെ പോക്ക് തടയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഓൾ വന്നത്. പക്ഷെ ഓളുടെ വിദ്യാഭ്യാസം, ഓളുടെ ബുദ്ധി എന്താണെന്ന് നമുക്കൊക്കെ അറിയാവുന്നത് കൊണ്ട് അതും 3G ആയി. 3G അല്ല 2G തന്നെ ആയിക്കണം. ഇന്നലെ അവള് താമസിക്കുന്ന ഹൗസ് ഓണറെ ഞാൻ കണ്ടു, ആ സ്ത്രീയോടും കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ അവളെ പുറത്തൊഴിവാക്കാനോ മറ്റേ അവളെ ഒഴിവാക്കാനോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, അത്തരം ചീപ്പ് പരിപാടി ഞാൻ ചെയ്യില്ല. പക്ഷെ മഹൽ എന്തൊക്കെ തീരുമാനം എടുത്തുക്കണു എന്നുള്ളത് ഞാൻ അറിയാൻ കഴിഞ്ഞു. അപ്പൊ മഹൽ എന്ത് തീരുമാനം എടുക്കുക എന്നുള്ളത് അത് മഹലിന് മാത്രമേ അറിയുള്ളൂ. എന്തായാലും ഇവിടെ വെച്ചോണ്ടൊന്നും ഇരിക്കൂല, അത് ഉറപ്പാണ്. കാരണം ഈ ഏരിയയില്, മണ്ണാർക്കാട്ടിലെ ഈ ഏരിയയിൽ തന്നെ ഇങ്ങനത്തെ ഒരു സാധനമല്ല. ഇവള് ഇവിടുന്ന് 10-40 കിലോമീറ്റർ അപ്പുറത്താണ് താമസിക്കുന്നത്. അവിടുന്ന് ആ മഹലിൽ നിന്ന് പുറത്താക്കിയതാണ് ഇവളെ. അപ്പോ പെട്ടിയും പ്രമാണം എടുത്തിട്ട് വന്നിക്ക. ഇവളെ മെയിൻ പരിപാടി എന്താ അറിയോ, ഇവള് 2 കാര്യങ്ങൾക്കേ മക്കളെ യൂസ് ചെയ്യുള്ളൂ. ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴും, ഒന്ന് നാട്ടുകാരെ നെഞ്ഞത്തേക്ക് കയറാൻ പോകുമ്പോഴും. അപ്പോൾ ഷെരീഫ് നമ്മോട് പറഞ്ഞിരുന്നു, ഈ ലൈവ് ഇടുന്ന കുന്ത്രാണ്ടം തോണ്ടിക്കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും ഞാൻ പണി കൊടുക്കുമെന്ന് പറഞ്ഞു. അത് ഷെരീഫ് അങ്ങനെ തന്നെ ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നെ നിയമം അറിയുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട് ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്, യാതൊരു കാരണവശാലും മിസ്യൂസ് ചെയ്യരുത് എന്ന് ഷെരീഫിന് കിട്ടിയ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വീഡിയോ പബ്ലിക് ആക്കാത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്, നിയമത്തിൻ്റെ വഴിയിൽ കൂടി തന്നെയാണ് നീങ്ങേണ്ടത് എന്നുണ്ട്. ഷെരീഫ് ഏതായാലും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ചെയ്തു, അത് നല്ല കാര്യം. അതുപോലെ തന്നെ ഷെരീഫ് പറയുന്നുണ്ട്, അവിടുത്തെ വാടകയ്ക്ക് വീട് കൊടുത്ത ആളുമായി ബന്ധപ്പെട്ടു എന്നും അവിടെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എങ്കിലും അവിടുത്തെ മഹല്ല് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അധിക കാലമൊന്നും ഷാഹിദ ഷാജിയെ മണ്ണാർക്കാട് വെച്ച് പൊറുപ്പിക്കില്ല എന്ന് തന്നെയാണ് ഷെരീഫ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ നമ്മൾ കയ്യൂക്കൊണ്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. ലൈവ് ഇടുന്ന ഈ മൊബൈലുമായിട്ട് അങ്ങോട്ട് പോയിട്ട് കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുത്താൽ അതൊരു വീഡിയോ പിടിച്ചിട്ട് കേസാക്കി അവൻ്റെ ദുബൈയിലേക്കുള്ള പോക്ക് മുടക്കാനാണ് ഷാഹിദ ഷാജി ശ്രമിച്ചത് എന്ന് കൂടി ഷെരീഫ് പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് ബാക്കി കേൾക്കാം. ഞങ്ങളെ കാട്ടിക്കുണേ എന്ന് പറഞ്ഞിട്ട് കരയാനൊന്നും ഞാൻ നിൽക്കൂല. നിങ്ങൾക്കറിയാം, ഇതിലിപ്പോ എന്റെ മക്കളെ, ചെറിയ മക്കളെ 2 വയസ്സും 5 വയസ്സുള്ള കുട്ടികളെ വീഡിയോ കാണിച്ചിട്ടാണ് അവള് പറയുന്നത്, എന്ത് ഷെരീഫ് പിന്നെ കൂട്ടിക്കൊടുക്കുന്ന വേശികളാണ് അവന്റെ മക്കളാണ് എന്നുള്ളത്. അതിന്റെയൊക്കെ വകുപ്പ് എന്താണെന്ന് വഴുകാതെ അവൾ അറിയും. നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. ഇതിൽ എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു, കരണം നോക്കി ഒന്ന് കൊടുക്കണ്ടേ, അങ്ങനെ ഇങ്ങനെയെന്ന്. അതാ പറയുന്നത്, എല്ലായിടത്തും നമ്മൾ ശക്തി ഉപയോഗിക്കരുത്, ബുദ്ധി ഉപയോഗിക്കേണ്ടടുത്ത് ബുദ്ധി തന്നെ ഉപയോഗിക്കണം. അതല്ലെങ്കിൽ അവനാ ഏറ്റവും വലിയ വിഡ്ഢി. നമ്മൾ പിന്നീട് ചിന്തിച്ചിട്ടോ പിന്നീട് പറഞ്ഞിട്ടോ കാര്യമില്ല. കാരണം ഇവളെ ഈ ലൈവും വെച്ചിട്ട് ഇങ്ങനെ വരുമ്പോ നമ്മൾ അവരുടെ കരണത്ത് ഒന്ന് ആ ലൈവ് മുഖാന്തരം കൊടുത്താൽ അത് മതി.
അപ്പോൾ ഷാഹിദ ഷാജിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഷെരീഫ് പറയാമെന്ന് 2 മക്കളെ വെച്ചുകൊണ്ട് വീഡിയോ എടുത്ത് ഷാഹിദ പറഞ്ഞ വളരെ മോശകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ 2 മക്കളെ മുന്നിൽ വെച്ചുകൊണ്ട് ഇവിടെ വേശ്യാലയം നടത്തുകയാണ് എന്നാണ് ഷാഹിദ പറഞ്ഞത്. അതിന് മറുപടിയായിട്ടാണ് നമ്മുടെ ഷെരീഫ് നീ വേശ്യയാണ് എന്ന് പറയേണ്ടി വന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതിനെ നമ്മൾ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. അത് തെറ്റായ വാക്ക് തന്നെയാണ്, അത് ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു വാക്കായിരുന്നു. പക്ഷേ ഷാജിദ പറഞ്ഞ വാക്കുകൾ സ്വന്തം 2 ചെറിയ മക്കളെ വളരെ മോശകരമായ രീതിയിൽ ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിക്കുകയും അതുപോലെ തന്നെ അതിന് ചൈൽഡ് വെൽഫെയർ അസോസിയേഷന് തീർച്ചയായിട്ടും നടപടിയെടുക്കാനുള്ള എല്ലാ അധികാരവും അതിലുണ്ട്. തീർച്ചയായിട്ടും അവർ അത് ചെയ്യുക തന്നെ ചെയ്യും. അവർക്ക് പരാതിയുമായിട്ട് ഷെരീഫും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ബാക്കി കേൾക്കാം. ഗുണ്ടായിസം കാണിക്കാൻ ഇത് കാണുന്നവർ പറയില്ലേ നാണോ മാനോ നിങ്ങൾക്കെന്ന്. വേണ്ട, ഞമ്മക്ക് ഗുണ്ടായിസല്ല ഇവിടെ വേണ്ടേ, ഇവളുടെ ഈ തെമ്മാടിത്തരം ഒതുക്കുക എന്നുള്ളതാണ്. ഈ ചാനൽ അടക്കം ഇവളെ ഇവിടുന്ന് തുരത്തുക എന്നുള്ളത് മാത്രമാണ്. അത് ഷെരീഫ് ചെയ്തിരിക്കും. നിന്റെ ഈ കേസ് ഒന്ന് DYSPക്കും ഒന്ന് DGPക്കും ആണ് ഞാൻ മെയിൽ ചെയ്തിരിക്കുന്നത്. അതും വിത്ത് എല്ലാ എവിഡൻസും അടക്കം. ഈ ഒരു വിഷയം മാത്രമല്ല, ഇവള് പൊതുസമൂഹത്തിൽ കാണിച്ചതും ഇതിനു മുമ്പ് ഇവളുടെ വീഡിയോസിൽ പറഞ്ഞതും അവളുടെ ഉമ്മാനെ തെറി പറഞ്ഞതും അവളുടെ അയലോകത്ത് ഉണ്ടായ പ്രശ്നങ്ങളും എല്ലാം കറക്റ്റ് ക്ലിപ്പ് ആയിട്ട് ഓരോന്നോരോന്ന് സ്റ്റെപ്പായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ യൂട്യൂബിനും ഉണ്ട്, അതുപോലെ തന്നെ ഈ നിയമപാലകർക്കും ഉണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. ചൈൽഡിനുണ്ട്, എന്റെ വൈഫ് കൊടുക്കുന്നുണ്ട്. പിന്നെ അവൾ എന്റെ വീടാണെന്ന് പറഞ്ഞു വന്നത് എന്റെ ഉപ്പാടെ പേരിലുള്ള വീടാ, എന്റെ ഉപ്പാക്കും കൊടുക്കാം. പിന്നെ 2 കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറയാം. ഒന്ന് DYSPക്കും അതുപോലെ തന്നെ IG-ക്കും എല്ലാം പരാതികൾ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വന്തം ഉമ്മാനെയും അതുപോലെ തന്നെ അയൽവക്കത്തിന് മുമ്പേ സ്നാനുമായി നടന്ന കച്ചറുടെ വീഡിയോകളും അതുപോലെ തന്നെ ഉമ്മൻ്റെ വസ്ത്രമില്ലാത്ത വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഷെരീഫിൻ്റെ വീട്ടിൽ പോയിട്ട് ഉമ്മയെയും അതുപോലെ തന്നെ അവരുടെ പെങ്ങളെയും അതുപോലെ തന്നെ ബാപ്പയെയും എല്ലാം പച്ചത്തെറി പറയുന്ന വീഡിയോയും അതുപോലെ തന്നെ കൂട്ടിക്കൊടുപ്പാണ് പരിപാടിയെന്നും സ്വന്തം ഭാര്യയെ എനിക്ക് വാക്കെടുത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകൾ വരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഷാജിദ തെറി പറഞ്ഞത്. അതെല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ട് എല്ലാം 1 by 1 സെറ്റ് ചെയ്തുകൊണ്ട് DYSPക്കും IG-ക്കും എല്ലാം പരാതികൾ അയച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് നിയമത്തിൻ്റെ വകുപ്പിൽ നമുക്ക് കാണാം. 2ാമത് ചൈൽഡ് വെൽഫെയർ അസോസിയേഷനിലെ കുട്ടികളെ വെച്ചുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അവർ ഇവരുമായി വിളിച്ച് തെളിവെടുപ്പ് നടത്തുകയും അതുപോലെ തന്നെ കേസുമായി മുന്നോട്ട് പോവുകയും ചെയ്യും എന്നുള്ളതാണ്. 3ാമത്തത് ഇത് ഷെരീഫിൻ്റെ വാപ്പയുടെ പേരുള്ള വീടാണ്. അവിടെ കയറി അതിക്രമവും അതുപോലെ തന്നെ അസഭ്യം പറച്ചിലുമായി കാണിച്ചുകൊണ്ട് അവർ പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3ാമത്തെ ഒരു കേസ്. 4ാമത്തത് നമ്മുടെ ഷെരീഫിൻ്റെ ഭാര്യയെ ഇവർ പറയാത്ത അസഭ്യ വാക്കുകൾ ഒന്നും തന്നെ ഇനി മലയാളം ഡിക്ഷണറിയിൽ ബാക്കിയില്ല. അത് കോർത്തിണക്കിക്കൊണ്ട് 4ാമതൊരു കേസ്. അങ്ങനെ ഒരുപാട് കേസുകൾ ഷാജിദക്ക് നേരിടേണ്ടതായിട്ട് വരും എന്ന് തന്നെയാണ് ഷെരീഫ് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത് എല്ലാം ഈ യൂട്യൂബ് എന്ന് പറയുന്ന ചാനലിൻ്റെ ഒരു പവറിലാണെങ്കിൽ ആ ചാനൽ ഞാൻ പൂട്ടിക്കുമെന്നും മണ്ണാർക്കാട് നിന്ന് നിങ്ങളെ പറപ്പിക്കുമെന്നും 2 കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഷെരീഫ് നമുക്ക് ഉറപ്പ് തരികയാണ്. അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് ഷെരീഫ് പറയുന്നത്. തീർച്ചയായിട്ടും നിയമത്തിൻ്റെ വഴിയിൽ കൂടിയുള്ള ഏതൊരു പോരാട്ടത്തിനും ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അല്ലാതെ ഈ വാക്കാലും കയ്യൂക്കുമുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് ഒഴിവാക്കുന്നതാണ് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലത്. കയ്യൂക്കിൻ്റെ കാര്യത്തിലും ഒന്നൊരു പെണ്ണിനെ നേരിടാൻ പോയാൽ തീർച്ചയായിട്ടും അത് ബുദ്ധിയല്ല എന്ന് ഷെരീഫ് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും 100% ഞാൻ താങ്കളോട് യോജിക്കുകയാണ്. ഒരു പെണ്ണിനെ യാതൊരു കാരണവശാലും നമ്മൾ കായികമായിട്ട് നേരിടാൻ വേണ്ടി പാടില്ല. അങ്ങനെ ചെയ്താൽ അത് നിയമത്തിൻ്റെ വകുപ്പിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശിക്ഷ കിട്ടുന്ന വകുപ്പ് തന്നെയായി മാറുകയും പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ വന്നിട്ട് അങ്ങനെ ചിലച്ചിട്ട് പോട്ടെ എന്ന് വിചാരിക്കണം. അത്തരം സ്ത്രീകളോടൊക്കെ അതായിരുന്നു ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ മറുപടി പറയേണ്ട ആവശ്യം തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം, അവർ പറയുന്നത് പറഞ്ഞ് പോട്ടെ എന്ന് വെച്ച് പോയിട്ട് കേസ് കൊടുത്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെല്ലാം മറുപടിയുമായിട്ട് നമ്മുടെ ഷാജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കുട്ടികൾ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ ദയവായിട്ട് ഇത് കേൾക്കണ്ട. നിങ്ങൾക്കും ഇനി ഞാൻ തെറിയാണ് സംപ്രേഷണം ചെയ്യാൻ പോകുന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വീഡിയോ എത്തിക്കുകയാണ്. തീർച്ചയായിട്ടും കാണാൻ ഇഷ്ടമില്ലാത്തവിടെ സ്കിപ്പ് ചെയ്ത് പോകണം. ദയവ് ചെയ്തിട്ട് ഷാജിയുടെ അറപ്പുളവാക്കുന്ന ആ മറുപടിയിലേക്ക്. ഞാൻ പരാതി തരാ പറഞ്ഞിട്ട് ഒരു പേപ്പർ വാങ്ങി സ്പോട്ടിൽ മുങ്ങിയവനാണ്. പിന്നെ പൊങ്ങിയിട്ടേ ഇല്ല. ഞാൻ വക്കീലിന്റെ അടുത്ത് പോവാണ്. വക്കീലിന്റെ അടുത്ത് പോയിട്ട് ഞാൻ വരാം. എടാ നാറി, നീ വക്കീലിനായിട്ട് എന്താടാ ഇതുവരെ എത്തിയില്ലടാ? നീ സ്റ്റേഷനിൽ എത്തിയില്ലടാ? എന്താടാ നീ സ്റ്റേഷനിൽ എത്താത്തു?
അപ്പൊ അവൻ അത് കഴിഞ്ഞിട്ട് കെട്ടിയോളം വലിച്ചു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഇളിയൻ പട്ടി ഒരു കെട്ടിയോളും ഉണ്ട് നാറി. അവളിയും കൊടുത്തിട്ടുണ്ടോ ഒരു വീഡിയോ ഇടുന്നു, അവൻ പുളുത്തി ഒരു വീഡിയോ ഇട്ടിരിക്കണു കെട്ടിയോളുടെ. അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു നാറി. അങ്ങനെ കെട്ടിയോളിനെയും കൂടി ഇൻട്രൊഡക്ഷൻ, കെട്ടിയോളിനെയും കൂടി ഇതിലേക്ക് ഞാൻ കാരണം ഇറക്കി എന്നുള്ളൊരു ഇത് വരുമല്ലോ. അപ്പൊ അങ്ങനെ കെട്ടിയോളും വന്നു. ഇനിയുള്ള വീഡിയോസ് അവനിക്ക് അതിലൂടെ അങ്ങോട്ട് വാരാലോ. എടാ നാറി, നല്ല ചരക്ക്, അടിപൊളി ചരക്ക്, 10, 24, 25 വയസ്സായ ഒരു ചരക്ക് കൂടെ ഉള്ളപ്പോ മറ്റുള്ള പെൺകുട്ടികളെ എന്തിനാടെ വലിച്ചഴിക്കുന്നത്? ആ ചരക്കിനെ കണ്ടിട്ടും നിനക്ക് റീച്ച് കിട്ടില്ലെങ്കിൽ ആ ചരക്കിനെ അഴിച്ചിട്ടിട്ടുള്ള വീഡിയോസ് ഇട്ട് കാണിച്ചു കൊടുക്കാം. എന്തായാലും നീ നാട്ടിലുണ്ടല്ലോ, അഴിച്ചിട്ടിട്ടുള്ള കൂടെ കിടക്കണ വീഡിയോസ് അങ്ങോട്ട് ഇടുക, അടിപൊളിയായിട്ട് റീച്ച് ആവും. നല്ല ഡോളർ നിനക്ക് വാരാ, അതിന് ആൾക്കാർ നിറയെ ഉണ്ടാവും. എനിക്ക് നാണമില്ല, നിന്റെ തള്ളയ്ക്ക് നാണമില്ല, തീരെ നാണമില്ലാത്ത തള്ളയാണത്. ആ തള്ളച്ചി പറയാണ്, എന്താണ് എന്റെ മകൻ ആണാണ്. ആണോടി തള്ളേ? ആണാണ് ഇത്ര കളവി എന്നോട് പറയും ആണാണ്. അവന്റെ തന്ത പറയാണ് എന്റെ മകന് എന്താണ്, നീയാണ്, നിന്റെ മകനാണ് ഫസ്റ്റ് തുടങ്ങി വെച്ചത്. എത്ര മോശകരമായ വാക്കുകളാണ്. സ്വന്തം ഭാര്യ, നല്ല എനിക്ക് പറയാൻ കൂടി അർപ്പാവുന്ന വാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത്. ആണ് എന്നും അവരുടെ വൃത്തികെട്ട വീഡിയോ ഇങ്ങോട്ട് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുകയെന്നും താനും അവളും കിടക്കുന്ന വീഡിയോ വരെ എടുത്തിട്ടിട്ട് റീച്ചാക്കി പൈസ ഉണ്ടാക്കാനൊക്കെയാണ് ഷാജിദ പറയുന്നത്. ഷാജിദാക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല എന്നുള്ളതാണ്. ഷാജിദാക്ക് ഞാൻ പല വീഡിയോയിലും പറഞ്ഞ പോലെ 2 കാര്യത്തിനാണ് കുട്ടികളെ ഉപയോഗിക്കുന്നത് എന്നാണ് ഷെരീഫ് പറഞ്ഞത്. അതിൽ ഒന്ന്, ഷാജിദ ഈ സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും കുട്ടികളെ കൂട്ടിപ്പോകുന്നു. രണ്ടാമത്, മറ്റ് ആരുടെയെങ്കിലും കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഇവർ മുന്നിൽ നിർത്തുന്നത് ഈ മക്കളെയാണ്. മൂന്നാമത്, ഇവർ വീഡിയോ ചെയ്യുന്ന സമയത്ത് പല ഘട്ടങ്ങളിലായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ഇവരുടെ മക്കളെ അടുത്ത് നിർത്തി ഇവർ വീഡിയോ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ്, അത് ഏറ്റവും വലിയ പാപവുമാണ്. ആ മക്കൾ ഇതെല്ലാം കണ്ട് വളരുന്ന കുട്ടികളാണ്. അവർ എന്താണ് ഭാവിയിലേക്ക് ആയിത്തീരുക എന്നൊരിക്കലും നമുക്ക് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. ഇത്തരത്തിൽ കൂടി വളർന്നു വരുന്ന കുട്ടികൾ നാളെ ഭാവി തലമുറയ്ക്ക് ചിലപ്പോൾ ഒരു ഭീഷണിയായി തന്നെ മാറിയേക്കാം. അതിനുകൊണ്ടാണ് നമ്മുടെ നിയമം ഇതിനെ നിർബന്ധമായിട്ട് നിഷ്കർഷിക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നമ്മൾ കുട്ടികളെ മുന്നിൽ നിർത്തി യാതൊരു പരിപാടിയും ചെയ്യാൻ വേണ്ടി പാടില്ല. പക്ഷേ ഷാജിദ ചെയ്യുന്നത് അത് തന്നെയാണ്. എല്ലാ ഘട്ടത്തിലും ഇത്തരം കാര്യങ്ങളിൽ കുട്ടികളെ ഒപ്പരം കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു നയമാക്കി തന്നെയാണ് ഷാജി നീ മുന്നോട്ട് പോകുന്നത്. തെറ്റാണ് 100%. നീ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളുടെ എല്ലാം ഒരു തുക ഒരു നാൾ നിനക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും. അന്ന് നിനക്ക് മനസ്സിലാകും, ഞാൻ ഈ മക്കളെ കൂട്ടി പോയിരുന്നല്ലോ, അത് വലിയ മോശമായ ഒരു പരിപാടിയായിരുന്നു. നിനക്ക് തിരിച്ച് കാലം തരുന്ന ഒരു ദിവസം നിനക്ക് വരും. അത് നീ വെയിറ്റ് ചെയ്യുക, നീ കാത്തിരിക്കുക എന്ന് മാത്രമേ പറയാൻ. ഇത്രയും കാലം നീ ഒരുപാട് പേരെ നീ പറഞ്ഞ് ഞാൻ സ്റ്റേഷനിൽ കയറ്റിയിട്ടുണ്ട്. അതിനെല്ലാമുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ ഷെരീഫ് നിനക്ക് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നീ ചെയ്ത തെറ്റിന് മാത്രമേ നിനക്ക് ശിക്ഷ കിട്ടുകയുള്ളൂ. നീ നല്ല കാര്യമാണ് നീ ചെയ്തതെന്ന് നിനക്ക് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമം നിന്നെ വെറുതെ വിട്ടിരിക്കും. അതുപോലെ തന്നെ ഷെരീഫിൻ്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ തീർച്ചയായിട്ടും നിയമം അവൻ്റെ കൂടെ തന്നെയായിരിക്കും. ഈ കാര്യത്തിൽ 100% നീ തെറ്റാണ് ചെയ്തത് എന്ന് ഈ വീഡിയോ കാണുന്ന 99.9% ആൾക്കാർക്കും ഉറപ്പാണ്. ബാക്കി വരുന്ന 1% എന്ന് പറയുന്നത് നിൻ്റെ ഫാൻസ് ആയിരിക്കാം. അവർക്കത് തെറ്റായിട്ടായിരിക്കും തോന്നുക എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.